വിനീതാണ് എന്നോട് പറയുന്നത് അടുത്തൊരു ഫിലിം ഞാൻ പ്ലാൻ ചെയ്യുന്നതിൽ എനിക്ക് കാസ്റ്റിങ്ങിന് ചേട്ടന് ഹെൽപ്പ് ചെയ്യുക, കാരണം ഇങ്ങനെ ആഡ്സിനൊക്കെ വേണ്ടി കാസ്റ്റ് ചെയ്യുന്നതല്ലേ. അപ്പോൾ ഞാൻ പറയും എനിക്ക് അങ്ങനെ ഒരു പ്രൊഫഷനായിട്ട് ഞാൻ ചെയ്തിട്ടുള്ള എനിക്കറിയില്ല, ഞാനിപ്പോൾ അഭിനയിക്കാൻ പറ്റും, പക്ഷേ ഞങ്ങൾ ചെയ്യുന്ന പരസ്യങ്ങൾക്ക് വേണ്ടി ഞാൻ ആളുകളെ കാസ്റ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ എനിക്ക് ആ ഒരു ബോംബെ എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ടാണ് ഞാനത് ചെയ്യുന്നത്. പുള്ളി പറഞ്ഞു എക്സാക്ട്ലി എനിക്ക് അതാണ് വേണ്ടത്, എനിക്ക് വേണ്ടത് പുറത്തുള്ള ആളുകളെയാണ്, അതായത് ബോംബെ, ചെന്നൈ, ബാംഗ്ലൂരുള്ള ആളുകളെയാണ് എനിക്ക് വേണ്ടത്. അനിയനെ ലോഞ്ച് ചെയ്യാണ്, ധ്യാനിനെ, അപ്പോൾ ശോഭന മാം ഉണ്ട്, ബാക്കിയുള്ള എല്ലാവരും എൻറ്റയർലി ഇതുവരെ കാണാത്ത ആൾക്കാർ മതി. അതിലും ഹിന്ദി സംസാരിക്കുന്നവർ വേണം, തമിഴ് സംസാരിക്കുന്നവർ വേണം, കന്നഡ സംസാരിക്കുന്നവർ വേണം. അത് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചപ്പോൾ അപ്പോൾ ഒരു ചലഞ്ചായിട്ട് തന്നെ പറഞ്ഞപ്പോൾ അത് ഏറ്റെടുത്തു. അങ്ങനെയാണ് കാസ്റ്റിംഗ് ഡയറക്ടർ എന്നുള്ള പേര് വീഴുന്നത്. ഈ എല്ലാം സെൽഫ് ലേണിംഗ് ആണ് കൂടുതൽ. ഇപ്പോൾ ആക്ടിങ് എന്നോട് ഒത്തിരി പേര് ഫിലിം കണ്ടിട്ട് ചോദിക്കും സ്കൂൾ ഓഫ് ഡ്രാമയാണോ, മറ്റേ ഡ്രാമ സ്കൂളിൽ പോയിട്ടുണ്ടോ, അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടോ ചോദിക്കും. അപ്പോൾ നമ്മൾ എൻ്റെ ലൈഫ് തന്നെയാണ് സ്കൂൾ ഓഫ് ഡ്രാമ. ഞാനിങ്ങനെ പല സ്ഥലത്തേക്കിടെ അലഞ്ഞിരിഞ്ഞ് നടന്ന് അതും ഇതൊക്കെ കണ്ട് പഠിച്ച് അങ്ങനെയൊക്കെ ഇതിലേക്ക് വന്നതാണ്. അപ്പോൾ എൻ്റെ ലേണിംഗ് എന്ന് പറഞ്ഞാൽ അത് തന്നെയാണ്. എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ നമ്മുടെ ഉള്ളിൽ നിൽക്കുന്നതും അത് തന്നെയായിരിക്കും അല്ലേ. അല്ലാതെ പഠിച്ചു വന്നാൽ ചിലപ്പോൾ ഇത്രയും പെർഫെക്ഷനോടുകൂടി നമ്മൾ ചെയ്യത്തില്ലായിരിക്കും. അതെ.